നമ്മൾക്കേവർക്കും പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും KPCC പ്രസിഡന്റ് ശ്രീ K സുധാകരനും ഒരു പ്രത്യേക ആക്ഷന്റെ പേരിൽ ഇടയ്ക്കൊന്ന് കൊമ്പോർത്തത് നിങ്ങൾ ഓർക്കുന്നില്ലേ? അതെ, അവർ ബ്രണ്ണൻ കോളേജിലെ പഠനകാലത്തെ ഓർമ്മകൾ അയവിറക്കുകയായിരുന്നു. കേരളത്തിൽ തന്നെ പൈതൃക പദവി ലഭിച്ച CMS കോളേജൊക്കെ പോലെയുള്ള ചുരുക്കം കോളേജുകളിൽ ഒന്നാണിത്. കണ്ണൂരെ കലാലയ മുത്തശ്ശി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഒരു കുന്നിൻ ചെരുവിൽ സ്ഥിതി ചെയ്യുന്ന ഈ കലാലയം 1862 ഒരു സ്കൂളായി തലശ്ശേരി തുറമുഖത്തെ അറ്റൻഡറായിരുന്ന ശ്രീ എഡ്വേർഡ് ബ്രണ്ണൻ സ്ഥാപിച്ചതാണ്. 1890 ഒരു ഗ്രേഡ് 2 കോളേജായും 1947 ഒരു ഗ്രേഡ് 1 കോളേജായും മാറി. AKG, മുൻ മന്ത്രി KK രാമചന്ദ്രൻ മാസ്റ്റർ, അക്ബർ കക്കട്ടിൽ, P സതീദേവി, V മുരളീധരൻ, AK ബാലൻ, NK പ്രേമജം, AN ഷംസീർ, എഴുത്തുകാരായ VR സുധീഷ്, ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ്, പുന്നത്തിൽ കുഞ്ഞബ്ദുള്ള തുടങ്ങിയവരും ചരിത്രകാരനായ രാജൻ ഗുരുക്കളുമൊക്കെ ഇവിടെ പഠിച്ചതാണ്. വിനീത് ശ്രീനിവാസന്റെ തട്ടത്തിൻ നിറയത്തും ആസിഫ് അലിയുടെ സൺഡേ ഹോളിഡേ ഒക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ശ്രീ MN വിജയൻ, മുഹമ്മദ് ഖനി, KK നീലകണ്ഠൻ, പ്രൊഫസർ N ലീലാവതി, OMV കുറുപ്പ്, S ഗുപ്തൻ നായർ, ആറ്റൂർ രവിവർമ്മ, MK സാനു, വിഷ്ണുനാരായണൻ നമ്പൂതിരി, D വിനയചന്ദ്രൻ തുടങ്ങിയവരൊക്കെ ഇവിടുത്തെ പ്രഗത്ഭരായ അധ്യാപകരായിരുന്നു. ലിസ്റ്റ് അപൂർണമാണ്. ഞങ്ങൾ എത്തിയപ്പോൾ മെയിൻ എൻട്രൻസിലൂടെയുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുകയാണെന്നൊരു ബോർഡ് കാണാൻ സാധിച്ചു. ഓഡിറ്റോറിയവും രജത ജൂബിലി ഹാളും ഒക്കെയുള്ള എൻട്രൻസിലൂടെയാണ് നമ്മൾ കയറിയത്. കലാലയത്തിന് കലോചിതമായ വലിയ മാറ്റം സംഭവിച്ചതായി മനസ്സിലാക്കാൻ സാധിച്ചു. നിരവധി കോൺക്രീറ്റ് കെട്ടിടങ്ങൾ കോളേജിനെ സമ്പന്നമാക്കിയിരിക്കുന്നു. സ്വന്തം മണ്ഡലവും പഴയ തട്ടകവുമായതിനാലാവണം മിക്കവാറും എല്ലാ ഉദ്ഘാടനങ്ങൾക്കും മുഖ്യമന്ത്രി തന്നെ എത്തിയതായി ഫലകങ്ങളിൽ കാണാൻ സാധിച്ചു. കോളേജിന്റെ ഏറ്റവും വലിയ നൊസ്റ്റാൾജിയ ഇവിടുത്തെ വാഗമരവും കൊന്നമരവുമായിരുന്നു. കോളേജ് അധ്യയനം ആരംഭിക്കുമ്പോൾ ഈ കലാലയം വാഗപ്പൂക്കളാൽ ചുമന്നിരിക്കും. അധ്യയന വർഷം അവസാനിക്കുമ്പോൾ കൊന്നപ്പൂക്കൾ കോളേജിനെ മഞ്ഞ പുതപ്പണിയിച്ചിരുന്നു. പുതിയ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യുന്നതിനും കലാലയത്തിന്റെ പടിയിറങ്ങുന്ന വിദ്യാർത്ഥികളെ യാത്രയയക്കുന്നതിനുമായുള്ള പ്രകൃതിയുടെ ഒരു മാജിക് ആയി ഇത് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നു. ഇന്ന് ഈ മരങ്ങളിൽ പലതും ക്യാമ്പസ് നവീകരണത്തിന്റെ ഭാഗമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഓഡിറ്റോറിയത്തിനടുത്തായുള്ള ബോഗൻവില്ല പൂക്കൾക്ക് എന്തൊക്കെയോ കഥകൾ പറയാനുള്ള പോലെ തോന്നി. വളരെ രസകരമായൊരു കാര്യം, ഇവിടെ പഞ്ചാരമുക്ക് എന്നൊരു കോർണർ ഉണ്ട്. എത്രയോ യുവാക്കളുടെ പ്രണയത്തിന് ചിറകു മുളച്ചത് ഇവിടെ വെച്ചായിരിക്കാം അല്ലേ? സ്വന്തമായി ഒരു ഊട്ടിയുള്ളതായി അഭിമാനിച്ചിരുന്ന ഒരു കലാലയം കൂടിയാണ് കേട്ടോ ഇത്. സർക്കാർ മേഖലയിലുള്ള കലാലയമാണെങ്കിലും സ്വാതന്ത്ര്യത്തിന്റെ ആഹ്വാനം പ്രകടമായി ക്യാമ്പസിൽ കാണാമെങ്കിലും പ്രതീക്ഷിച്ചത്ര രാഷ്ട്രീയ ബിംബങ്ങൾ കാണാൻ സാധിച്ചില്ല. കേട്ടറിഞ്ഞത് പ്രകാരം SFIയുടെ അപ്രമാദിത്വം ഉണ്ടെങ്കിലും കൊടികളിലും മറ്റു തോരണങ്ങളിലും മിതത്വം കാണപ്പെട്ടു. KSU എന്ന എഴുത്ത് ഒരിടത്ത് മാത്രമാണ് കാണാൻ സാധിച്ചത്. മറ്റ് പാർട്ടികൾ പേരിന് പോലും ക്യാമ്പസിൽ കാണാൻ സാധിച്ചില്ല. വർഗീയത തുലയട്ടെ പോലെയുള്ള ചുമരെഴുത്തുകൾ പെയിന്റ് അടിച്ച് മറച്ചിരിക്കുന്നത് കാണാൻ സാധിച്ചു. പൊതുവെ ഇത്തരം കലാലയങ്ങളിൽ കാണുന്ന കലാപരമായ ചുമരെഴുത്തുകളും ചിത്രം വരയും ഇവിടെ തുലവും കുറവാണ്. ഇല്ലെന്നല്ല, കുറവാണ്. ക്യാമ്പസിൽ പലയിടങ്ങളിൽ നല്ല വൃക്ഷലതാദികൾ കാണാൻ സാധിച്ചു. കോളേജിലെ വാട്ടർ ടാങ്കിന് മുകളിൽ നിന്നുള്ള കാഴ്ച രസകരമാണെന്ന് കേട്ടതുകൊണ്ട് തന്നെ അതിന് മുകളിലേക്ക് വലിഞ്ഞു കയറാൻ ശ്രമിച്ചെങ്കിലും അടച്ചിരിക്കുന്നതിനാൽ കയറാൻ സാധിച്ചില്ല. കോളേജിന്റെ ഭാഗമായുള്ള ശാന്തിവനം, ക്യാൻറ്റീൻ, ലൈബ്രറി, ബാസ്കറ്റ്ബോൾ കോർട്ട് ഇങ്ങനെ നിരവധി കാഴ്ചകൾ ക്യാമ്പസിൽ കാണാനുണ്ടായിരുന്നു. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ഗ്രൗണ്ടും ഗാലറിയും ഈ കലാലയത്തിനൊരു മുതൽക്കൂട്ടാണ്. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രാഥമിക കേന്ദ്രം പ്രവർത്തിക്കുന്നത് ഈ ക്യാമ്പസിലാണ്. ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഈ കലാലയത്തിന്റെ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. നിങ്ങളുടെ ഓർമ്മകൾ കമന്റിൽ അറിയിക്കണേ. നിങ്ങൾക്കറിയാവുന്ന ബ്രണ്ണൻ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് വീഡിയോ ഷെയർ ചെയ്യുമല്ലോ. അപ്പൊ ശരി, പിന്നെ പാക്കലാം.